നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 5. അങ്ങനെ ബുധനാഴ്ച മുതൽ നമ്മൾ ഈ മാസത്തിലെ സീരീസിലേക്ക് എൻ്റർ ആയെങ്കിൽ കൂടിയിട്ടും നാളെ മുതൽ ഈ മാസത്തെ ഫസ്റ്റ് ആഴ്ചയിലേക്ക് ഇന്ത്യൻ മാർക്കറ്റ് എൻ്റർ ആവുകയും ചെയ്യും. ഈ വരുന്ന ആഴ്ചയിൽ പ്രധാനമായും 6 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഇന്ത്യൻ മാർക്കറ്റിന്റെ ദിശയും. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. അതിനു മുൻപേ കഴിഞ്ഞ ആഴ്ചയിലെ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് ഓടിച്ചു നോക്കിയിട്ട് നമുക്ക് വരാം. തിങ്കൾ ചൊവ്വ ട്രേഡിംഗ് സെഷനുകളിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ഈ ആഴ്ചയിലെ ഫസ്റ്റ് ട്രേഡിംഗ് സെഷനായ ബുധനാഴ്ച മുതൽ തുടർന്ന് വെള്ളിയാഴ്ച വരെയും നേട്ടം നിഫ്റ്റിക്കും സെൻസെക്സിനും തുടരുവാനുമായി തൽഫലമായി തിങ്കൾ ചൊവ്വ ട്രേഡിംഗ് സെഷനിൽ ഉണ്ടായ നഷ്ടങ്ങളെയൊക്കെ വൈപ്പ് ഔട്ട് ആക്കിക്കൊണ്ട് നേട്ടത്തിലേക്ക് തിരിയുവാനും സാധിച്ചതിന്റെ ഫലമായിട്ട് നിഫ്റ്റിക്കും സെൻസെക്സിനും 0.9% നേട്ടത്തോടുകൂടി വീക്ക്ലി ബേസിസിൽ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് തുടർച്ചയായി 4 ആഴ്ചകളായിട്ട് നിഫ്റ്റിക്ക് നേട്ടത്തോടുകൂടി തന്നെ വീക്ക്ലി ബേസിസിൽ ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി കൂടാതെ വെള്ളിയാഴ്ച ഉണ്ടായ നേട്ടത്തിന്റെ ഫലമായിട്ട് BSEയിലേക്ക് 44,155 കോടി രൂപയുടെ ക്യാപിറ്റലും ആഡ് ചെയ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് BSEയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 480 ലക്ഷം കോടി രൂപയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. മാത്രമല്ല ഇന്ത്യ വിക്സിനും വീക്ക്ലി ബേസിസിൽ ശക്തമായ ഇടിവും നേരിട്ടുകൊണ്ട് 4 മാസങ്ങൾക്ക് ശേഷം 12 എന്ന ലെവലിന് താഴെയായിട്ട് ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി. നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വ്യാപാരം തുടർന്നുകൊണ്ടിരുന്ന ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിന്നും കാര്യമായ പോയിന്റുകളൊന്നും തന്നെ ചോർന്നു പോയിട്ടുമില്ല. ശനിയാഴ്ച വെളുപ്പിനോടുകൂടി ആകെ 5 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി ഫ്ളാറ്റ് ആയിട്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റിയും ട്രേഡിംഗ് അവസാനിപ്പിച്ച് നിലകൊള്ളുന്നതും. ഇനി ഈ വരുന്ന ആഴ്ചയിലേക്ക് വന്നു കഴിയുമ്പോൾ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾക്കൊക്കെ കഴിഞ്ഞ ആഴ്ച കൊണ്ട് ഏകദേശം ഒരു അറുതി വന്നിട്ടുണ്ട്. ഒരു മാസത്തിലേറെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ക്വാർട്ടർലി ഏർണിംഗ്സ് ഇന്ത്യൻ മാർക്കറ്റിനെ ശക്തമായിട്ട് തന്നെ ഹിറ്റ് ചെയ്യാൻ ആരംഭിക്കുന്ന ഒരാഴ്ചയിലേക്കാണ് നമ്മൾ എൻ്റർ ആകാൻ വേണ്ടി പോകുന്നതും. ഔദ്യോഗികമായി തന്നെ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ ഒന്നായ എസ്പെഷ്യലി IT മേഖലയിൽ നിന്നും TCSന്റെ Q1 ഏർണിംഗ്സിന്റെ റിസൾട്ടോട് കൂടിയിട്ടാണ് ഇന്ത്യയിലെ ഇത്തവണത്തെ Q1 ഏർണിംഗ്സുകളുടെ സീരീസ് ആരംഭിക്കുന്നതും. ജൂലൈ 9 വരുന്ന വ്യാഴാഴ്ചയാണ് TCS അതിന്റെ Q1 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കുന്നതും. ഇത്ര മണിക്കാണ് റിസൾട്ട് TCS റിലീസ് ചെയ്യുന്നതെന്നുള്ള കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പൊന്നും വന്നില്ലെങ്കിൽ കൂടിയിട്ടും വ്യാഴാഴ്ച മാർക്കറ്റ് അവേഴ്സിന് ശേഷം റിസൾട്ടുകൾ റിലീസ് ചെയ്യപ്പെടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിക്ഷേപകരും മാർക്കറ്റും. ആയതിനാൽ തന്നെ ചൊവ്വാഴ്ചയോടുകൂടി നിഫ്റ്റിയുടെ വീക്കിലി എക്സ്പയറിയും വ്യാഴാഴ്ചയോടുകൂടി TCSന്റെ ക്വാർട്ടർലി ഏർണിംഗ്സ് വരുന്നതിന് മുന്നോടിയായിട്ട് ഒരുപക്ഷെ സെൻസെക്സിന്റെയും വീക്കിലി എക്സ്പയറികൾ ഒരുപക്ഷെ അവസാനിച്ചേക്കാം. എങ്കിലും Q1 ഏർണിംഗ്സുകൾ വരുന്നതിന് മുന്നോടിയായിട്ടുള്ള ഗതിവിധികളും ഇന്ത്യൻ മാർക്കറ്റിന്റെ ദിശയെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. കൂടാതെ ഒത്തിരിയേറെ പ്രധാനപ്പെട്ട കമ്പനികൾ അവയുടെ Q1 ബിസിനസ് അപ്ഡേറ്റുകൾ ഈ വീക്കെൻഡിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പ്രധാനമായും ഇൻഡെക്സിലെ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ HDFC ബാങ്ക്, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, AU സ്മോൾ ഫൈനാൻസ്, യെസ് ബാങ്ക് തുടങ്ങിയവ. അവയുടെ റിസൾട്ടുകൾ നമുക്ക് ഇന്നത്തെ സ്റ്റോക്കിംഗ് ന്യൂസുകളിൽ വിശദമായി തന്നെ പരിശോധിക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ Q1 ഏർണിംഗ്സുകളുടെ സീസൺ ആരംഭിക്കുന്നതിനാലും Q1 ബിസിനസ് അപ്ഡേറ്റുകൾ നടക്കുന്നതിനാലും തന്നെ ഈ 2 ഘടകങ്ങളായിരിക്കും പ്രധാനമായും ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിവിധികളെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, നോ ന്യൂസ് ഈസ് ഗുഡ് ന്യൂസ്. അതായത് ചില സമയങ്ങളിൽ ഒരു വാർത്തയും ഇല്ലാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല വാർത്ത എന്നുള്ളത്. കഴിഞ്ഞ ആഴ്ചയിൽ ഖത്തറിലെ ദോഹയിൽ വെച്ച് ഇറാന്റെയും US-ന്റെയും പ്രതിനിധികൾ ഇൻഡയറക്റ്റ് ആയിട്ട് മധ്യസ്ഥരുമായിട്ട് നടത്തിയ ചർച്ചകൾക്ക് ശേഷം വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടുള്ള ഒരു ന്യൂസുകളും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റ് ആകമാനം ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ വെസ്റ്റ് ഏഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാധാനപൂർണമായിട്ടൊരു അന്തരീക്ഷമാണ് പ്രതീക്ഷിക്കുന്നതും. കഴിഞ്ഞ ആഴ്ചയിൽ ശക്തമായി ഉണ്ടായ ഇടിവിനെ തുടർന്ന് എണ്ണയുടെ വില അതിന്റെ 4.5 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ട് എത്തിച്ചേർന്നു. അതായത് വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് മുന്നായിട്ടുണ്ടായിരുന്ന ലെവലിൽ. എങ്കിലും വെള്ളിയാഴ്ച അനുഭവപ്പെട്ട നേരിയ ഉയർച്ചയുടെ ഫലമായിട്ട് എണ്ണയുടെ വിലയിൽ ബ്രന്റ് ക്രൂഡിന്റെ വില $78.10 ക്രൂഡ് ഓയിലിന്റെ വില അതേസമയം 68.76 എന്ന നിലയിലുമായിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തിയത്. ഒരുപക്ഷെ കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ വീക്കെൻഡിൽ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ നേരിയ തോതിൽ വഷളായതുകൊണ്ട് തന്നെ ട്രേഡേഴ്സും നിക്ഷേപകരും എടുത്ത ജാഗ്രത തന്നെയായിരിക്കാം ഈ വീക്കെൻഡിൽ എണ്ണയുടെ വിലയിൽ നേരിയ വർധനവിന് ഇടയാക്കിയതും. എന്നിരുന്നാൽ കൂടിയിട്ടും അനലിസ്റ്റുകളും എക്സ്പേർട്ടുകളൊക്കെ വെച്ച് പുലർത്തുന്ന പ്രതീക്ഷ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ എണ്ണയുടെ വിലയിൽ വീണ്ടും ഇടിവ് സംഭവിക്കുകയോ അല്ലെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കുവാനുള്ള സാധ്യതകളാണ് അവർ വെച്ച് പുലർത്തുന്നതും. മറ്റു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നില്ലെങ്കിൽ ഇതിലേക്ക് പ്രധാനമായും നയിക്കുന്ന കാരണം കഴിഞ്ഞ മെയ് മാസം 5,80,000 ബാരൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിച്ച കുവൈറ്റ്
ജൂൺ മാസമായപ്പോൾ അവരുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് 1.65 മില്യണിലേക്ക് ഉയർത്തുകയും ചെയ്തു. ഇതിനു പുറമെ 10 മില്യൺ ബാരൽസ് എണ്ണ വഹിക്കാൻ ശേഷിയുള്ള 5 വലിയ സൗദിയുടെ ടാങ്കറുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നതായിട്ടുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. കൂടാതെ സൗദിയുടെ അരാംകോ കമ്പനി എണ്ണയുടെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഇതിനെല്ലാം പുറമെ ഇന്ന് ഒപെക് രാജ്യങ്ങളുടെ പ്രതിനിധികൾ നടത്തുന്ന മീറ്റിംഗിൽ ഒരുപക്ഷെ വീണ്ടും ഓയിലിന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾക്കാണ് അനലിസ്റ്റുകളും എക്സ്പേർട്ടുകളും പ്രതീക്ഷ വെച്ച് പുലർത്തുന്നതും. കഴിഞ്ഞ ആഴ്ചയിൽ ആദ്യ 3 ട്രേഡിംഗ് സെഷനുകളിൽ ഇന്ത്യൻ IT മേഖലയ്ക്ക് ശക്തമായ ഇടിവാണ് നേരിടേണ്ടതായിട്ടും വന്നത്. എസ്പെഷ്യലി കഴിഞ്ഞ ചൊവ്വാഴ്ച ഫെഡ് ചെയർമാന്റെ സ്പീച്ചിൽ ഡോവിഷായിട്ട് വന്ന കമന്റിനെ തുടർന്ന് വരാനിരിക്കുന്ന ഫെഡ് മോണിറ്ററി പോളിസിയിൽ ഒരുപക്ഷെ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിനുള്ള സാധ്യതകൾ സൂചന നൽകിയതിനാൽ തന്നെ ഇന്ത്യൻ IT മേഖലയ്ക്ക് ശക്തമായ പ്രഷറും അനുഭവപ്പെട്ടു. ഇതിനു പുറമെ AI ഡിസ്ട്രക്ഷനും കൂടി ആയപ്പോൾ തകർച്ച ശക്തവുമായി. മാത്രമല്ല ബുധനാഴ്ചയോടുകൂടി നിഫ്റ്റി ITക്ക് 52 വീക്ക് ലോ മാത്രമല്ല അതിന്റെ 5 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കായിട്ട് എത്തിച്ചേരേണ്ടതായിട്ട് വരികയും ചെയ്തു. മാത്രമല്ല 6% നഷ്ടമാണ് ആദ്യ 3 ട്രേഡിംഗ് സെഷനുകൾ കൊണ്ട് നേരിടേണ്ടതായിട്ട് വരികയും ചെയ്തത്. എന്നാൽ പിന്നീട് US-ൽ നിന്നും ബുധനാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം വന്ന സോഫ്റ്റ് ആയിട്ടുള്ള ജോബ് ഡാറ്റയെ തുടർന്ന് അത് വരാനിരിക്കുന്ന ഫെഡ് മോണിറ്ററി പോളിസിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് വർധനവിനുള്ള സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ചതുകൊണ്ട് തന്നെ ശക്തമായ കുതിച്ചുചാട്ടമാണ് ഇന്ത്യൻ IT മേഖല നടത്തുകയും ചെയ്തത്. കഴിഞ്ഞ വ്യാഴാഴ്ച 4.25%-ലേറെയും വെള്ളിയാഴ്ച 1.25% നേട്ടത്തോടുകൂടി നിഫ്റ്റി ITക്ക് ക്ലോസിംഗ് രേഖപ്പെടുത്തുവാനായതിന്റെ ഫലമായിട്ട് ആദ്യ 3 ട്രേഡിംഗ് സെഷനുകളിലെ ശക്തമായ 6% നഷ്ടം വൈപ്പ് ഔട്ട് ആക്കിക്കൊണ്ട് 6.5% നേട്ടത്തോടുകൂടി, അതായത് വീക്കിലി ബേസിസിൽ 0.5% നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായി ഏകദേശം വീക്കിലി ലോയിൽ നിന്നും 1700 പോയിന്റുകളുടെ നേട്ടമാണ് 2 ട്രേഡിംഗ് സെഷനുകളിൽ നിഫ്റ്റി ITക്ക് കൈവരിക്കുവാനും സാധിച്ചത്. ഇതിനെല്ലാം പുറമെ ആദ്യം നമ്മൾ കണ്ട പോലെ തന്നെ TCSന്റെ Q1 ഏർണിംഗ്സുകൾ വരുന്നതിനാലും ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നിഫ്റ്റി ITക്ക് റിക്കവർ നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ആഴ്ചയിലെ പോലെ തന്നെ ഈ ആഴ്ചയിലും അത് ഇന്ത്യൻ മാർക്കറ്റിനും കരുത്തു പകരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായി തന്നെ മാറുകയും ചെയ്യും. കഴിഞ്ഞ ആഴ്ചയിൽ തുടർച്ചയായി ആദ്യ 4 ട്രേഡിംഗ് സെഷനുകളിൽ ഉണ്ടായ ശക്തമായ ഇടിവിന്റെ ഫലമായിട്ട് ഇന്ത്യൻ രൂപയ്ക്ക് $1 ഇടിവാണ് US ഡോളറിനെതിരെ നേരിടേണ്ടതായിട്ടും വന്നത്. എണ്ണയുടെ വിലയിൽ ഗണ്യമായ ഇടിവ് നേരിട്ടെങ്കിൽ കൂടിയിട്ടും US ഡോളർ ആഗോള മാർക്കറ്റിൽ ശക്തി ആർജിച്ചതാണ് ഇന്ത്യൻ രൂപയ്ക്ക് ശക്തമായ ഇടിവ് നേരിടേണ്ടതായിട്ടും വരികയും ചെയ്തത്. എങ്കിലും വെള്ളിയാഴ്ച 13 പൈസയുടെ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. ആയതിനാൽ തന്നെ അനലിസ്റ്റുകളും എക്സ്പേർട്ടുകളൊക്കെ വെച്ച് പുലർത്തുന്ന പ്രതീക്ഷ നിലവിൽ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ പ്രശ്നങ്ങളോ രൂക്ഷമാകുന്നില്ലെങ്കിൽ, അതുപോലെ തന്നെ എണ്ണയുടെ വില ഒന്നെങ്കിൽ കൺസോളിഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇടിയുകയാണെങ്കിൽ 95-നും 95.45 എന്നീ റേഞ്ചുകൾക്കിടയിൽ നിന്നുകൊണ്ട് US ഡോളറിനെതിരെ ട്രേഡിംഗ് കാഴ്ചവെക്കുമെന്നുള്ള പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നതും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. ഈ മാസം 1-ാം തീയതി മുതൽ 1-2 തീയതികളിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ സെല്ലേഴ്സ് ആയിട്ട് തുടർന്നെങ്കിലും വെള്ളിയാഴ്ച നടത്തിയ ബൈയിങ്ങിന്റെ ഫലമായിട്ട് 3 ദിവസം കൊണ്ട് ആകെ അവരുടെ ഭാഗത്ത് നിന്നും ഈ മാസം 312 കോടി രൂപയുടെ നെറ്റ് സെല്ലിംഗ് മാത്രമേ വന്നിട്ടുള്ളൂ. ആയതിനാൽ തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഇന്ത്യൻ മാർക്കറ്റിൽ നടത്താൻ പോകുന്ന ആക്ഷൻസും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകൾ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഇന്ത്യയിൽ നിന്നും റിലീസ് ചെയ്യാനില്ല. കൂടാതെ മാർക്കറ്റിനെ സാരമായ രീതിയിൽ ബാധിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഗ്ലോബൽ ഇവന്റുകളും ഒന്നും തന്നെ നിലനിൽക്കുന്നില്ല. ഇനി വരാൻ പോകുന്ന ആഴ്ചയിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ പ്രകാരം 24,500 എന്ന ലെവൽ ശക്തമായി മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിൽക്കുവാൻ സാധിക്കുകയാണെങ്കിൽ മാത്രമേ തുടർന്ന് 24,800 സൈക്കോളജിക്കൽ ലെവലായ 25,000 എന്ന ലെവലിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. എന്നാൽ അതേസമയം 24,200 എന്ന ലെവൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആണെങ്കിലും 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ സ്ട്രോങ് സപ്പോർട്ട് ഏരിയ കൂടി തന്നെയാണ്. ആയതിനാൽ തന്നെ ഈ ലെവലും നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സെല്ലിംഗ് പ്രഷറും വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. എങ്കിലും കഴിഞ്ഞ ആഴ്ചയിലെ നിഫ്റ്റിയുടെ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലായിരുന്ന 23,800 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് അടുത്തതായിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സപ്പോർട്ട് ഏരിയ കൂടെ തന്നെയാണ്. ഈ ലെവലും നിഫ്റ്റിക്ക് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ബിയേഴ്സ് അവരുടെ ഗ്രിപ്പ് ടൈറ്റൻ ചെയ്യാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയും അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ചെയ്തത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല,
ആക്സിസ് ബാങ്ക്. പറയാൻ പോകുന്നതൊക്കെ Q1 ഇയർ ഓൺ ഇയർ ബേസിസിലുള്ള ബിസിനസ് അപ്ഡേറ്റുകളാണ്. ബാങ്കിന്റെ ഗ്രോസ് അഡ്വാൻസിലും ഡിപ്പോസിറ്റ്സിലും 18% വർധനവ് രേഖപ്പെടുത്തി. യെസ് ബാങ്ക് ടോട്ടൽ അഡ്വാൻസസിൽ 18%, ഡിപ്പോസിറ്റ്സില് 14% വർധനവ് രേഖപ്പെടുത്തി. ജ്യോതി ലിമിറ്റഡ് 9.5 കോടി രൂപയുടെ പുതിയൊരു കരാർ കമ്പനിക്ക് ലഭിച്ചു. CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ് സാനന്ദിലെ ഔട്ട്സോഴ്സ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് ഫെസിലിറ്റിയിൽ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചു. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് Q1 അപ്ഡേറ്റ്സിൽ നെറ്റ് അഡ്വാൻസസിൽ 15%, ടോട്ടൽ ഡിപ്പോസിറ്റ്സിൽ 12% ഉയർച്ച രേഖപ്പെടുത്തി. AU സ്മോൾ ഫൈനാൻസ് ബാങ്ക് ടോട്ടൽ ഡിപ്പോസിറ്റ്സിൽ 24%, ടോട്ടൽ അഡ്വാൻസസിൽ 23% വർധനവ് രേഖപ്പെടുത്തി. HDFC ബാങ്ക് ഗ്രോസ് അഡ്വാൻസിൽ 15.4%, ഡിപ്പോസിറ്റ്സിൽ 14.7% ഉയർച്ച രേഖപ്പെടുത്തി. ഏവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.